ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഫോക്കസ് ഏരിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളാണ്, ആർട്ടിക്കിൾസ്. ഓക്കെ, അപ്പം നോക്കാം. ആർട്ടിക്കിൾ 14 നിയമസമത്വം. ആർട്ടിക്കിൾ 14 നിയമസമത്വം. ആർട്ടിക്കിൾ 15 വർണ്ണവിവേചനത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 15 വർണ്ണവിവേചനത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ആർട്ടിക്കിൾ 14 നിയമസമത്വമാണ്. എന്താണ് നിയമസമത്വം? ഓക്കെ, 16 എന്താ പറഞ്ഞേ? അവസര സമത്വമാണ്. അപ്പം ഇത് രണ്ട് തിരിഞ്ഞു പോകരുത്. ആദ്യത്തേത് നിയമസമത്വം, അതായത് ആർട്ടിക്കിൾ 14 നിയമസമത്വം. ആർട്ടിക്കിൾ 15 വർണ്ണവിവേചനത്തിനെതിരെയുള്ള അവകാശം, അതായത് വർണ്ണവിവേചനത്തിനെതിരെയുള്ള അവകാശം പറയുന്നതാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 എന്തെന്നാ പറഞ്ഞത്? അവസര സമത്വം, പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. കിട്ടിയോ? അടുത്തത് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 18 തലക്കെട്ടുകളുടെ നിരോധനം. ആർട്ടിക്കിൾ 18 തലക്കെട്ടുകളുടെ നിരോധനം. ഓക്കെ. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അടുത്തത് ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ആർട്ടിക്കിൾ 21 പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അപ്പോൾ ഇതുവരെ ഒന്നുകൂടെ നോക്കാം. ആർട്ടിക്കിൾ 14 എന്താ പറഞ്ഞേ? നിയമസമത്വം. ആർട്ടിക്കിൾ 15 വർണ്ണവിവേചനത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 16 അവസര സമത്വം. 16 അവസരമൊക്കെ 16-നാണെന്നങ്ങ് കണക്ട് ചെയ്യുക. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 18 തലക്കെട്ടുകളുടെ നിരോധനം. 18 തലക്കെട്ടുകളുടെ നിരോധനം. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. നമുക്ക് ആർട്ടിക്കിൾ 19 നമ്മുടെ ഭരണഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഏതാണ്? ആർട്ടിക്കിൾ 19 എന്നാൽ ഭരണഘടനയുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞാൽ എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നത് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 21A. എന്തുകൊണ്ടാണ് A വന്നത്? ഭേദഗതിയിലൂടെ നിലവിൽ വന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. ഓക്കെ, കിട്ടിയോ? അടുത്തത് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 40 ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 47 ലഹരി വസ്തുക്കളുടെ നിരോധനം. ലഹരി വസ്തുക്കളെ നിരോധിക്കുക എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണമാണ് ആർട്ടിക്കിൾ 48A. ആർട്ടിക്കിൾ 50 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുന്നു. ആർട്ടിക്കിൾ 50 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുന്നു. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം.
നോക്കൂ, ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം, ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്, അതുപോലെ ആർട്ടിക്കിൾ 47 ലഹരി വസ്തുക്കളുടെ നിരോധനം, ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം, ആർട്ടിക്കിൾ 50 ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. ഇത്രയും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്തായാലും പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്